വെൽക്കം ഓൾ. വെൽക്കം ടു മാസ്റ്റർ കെ അക്കാദമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിസ്റ്റോ ടെക്നോളജിയാണ്. ഏറ്റവും സ്കില്ല് വേണ്ട നല്ല സ്കില്ല്. കാരണം ഹിസ്റ്റോപത്തോളജി സാമ്പിൾസ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു സർജറിയോ എന്തെങ്കിലും കഴിഞ്ഞ് ജീവനുള്ള ശരീരത്തിൽ നിന്നോ അല്ലെങ്കിൽ ജീവനില്ലാത്ത ശരീരത്തിൽ നിന്നോ, എന്തായിരുന്നു ജീവനുള്ള ശരീരത്തിൽ നിന്ന് മീൻസ് എന്താണൊരു അവിടെ ഉണ്ടായിരുന്നത്, എന്താണോ ക്യാൻസർ കണ്ടീഷൻ ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടി. ജീവനില്ലാത്ത ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡെഡ് ബോഡീസിന് നമ്മൾ അതിന്റെ മരണകാരണം കണ്ടുപിടിക്കുന്നതും അല്ലെങ്കിൽ വിഷാംശം ചെന്നിട്ടുണ്ടോ അങ്ങനെ എല്ലാം വരാം. അപ്പൊ ഓട്ടോപ്സിയും വരാം, ബയോപ്സിയും വരാം. ഇതെല്ലാം ചെയ്യുമ്പോൾ അപ്പൊ ഇത് നല്ല വളരെ സൂക്ഷിച്ച് ഒരുപാട് പ്രോസസ്സിങ്ങിലൂടെ ചെയ്യുന്നൊരു ടെക്നിക്കാണ്. അപ്പൊ നല്ല തിൻ സെക്ഷൻസ് ആയി കട്ട് ചെയ്തെടുക്കാതെ നല്ലൊരു സ്കില്ലാണ് ടെക്നീഷ്യൻസിന്റെ. അപ്പോ അതാണ് ഹിസ്റ്റോ ടെക്നോളജി. ഹിസ്റ്റോ മീൻസ് ടിഷ്യൂ. ടിഷ്യൂ ആണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പൊ അതില് ഓട്ടോപ്സി ആയിരിക്കാം. ഡെഡ് ബോഡിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഓട്ടോപ്സി എന്ന് പറയാം. ജീവനുള്ള ബോഡിയിൽ നിന്ന് ഇപ്പൊ ഡെഡ് ബോഡിയിൽ നിന്ന് എടുക്കുമ്പോൾ ചിലപ്പോൾ ബ്രെയിൻ എടുക്കാം, അല്ലെങ്കിൽ ഹാർട്ടിന്റെ എന്തെങ്കിലും എടുക്കാം, അല്ലെങ്കിൽ ഫുൾ ഹോൾ കുടലെടുക്കാം, അല്ലെങ്കിൽ ലിവർ എടുക്കാം. ഇങ്ങനെയെല്ലാം ചെയ്യാം. ജീവനുള്ള ബോഡി എന്നാകുമ്പോൾ നമ്മൾ കുടലിന്റെ ഒരു പാർട്ട്, ബ്രെയിനും തൊടാൻ പറ്റില്ല, കുടലിന്റെ ഒരു പാർട്ട് അല്ലെങ്കിൽ ലിവറിന്റെ ചെറിയൊരു സ്ലൈസസ് പോലെ എടുത്തിട്ട് ചെയ്യാം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എടുക്കുക. അപ്പൻഡിക്സ് എടുക്കാറുണ്ട്, യൂട്രസ് എടുക്കാറുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുള്ളൂ. ചിലപ്പോൾ ഡെഡ് ബോഡി എന്നൊക്കെയാണ്, ഓട്ടോപ്സി ഒക്കെ ആണെങ്കിൽ കണ്ണ് മൊത്തമൊക്കെ എടുക്കാറുണ്ട്. സോ അതാണ് ഹിസ്റ്റോ ടെക്നോളജി പറഞ്ഞത്. അപ്പൊ അതിൽ വരുന്നതാണ് ടിഷ്യൂ പ്രോസസ്സിങ്. നമുക്കൊരു പലർക്കും ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടാവും, ചിലപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ടും കണ്ടിട്ടായിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവിന്റെ ആണെങ്കിലും. ഈവൺ ഇപ്പൊ നമുക്കൊരു മൈനർ സർജറിയാണ്. ഒരു മൈനർ സർജറി ആണെങ്കിൽ പോലും ഇപ്പൊ ഒരു മുഴ പോലെ എന്തെങ്കിലും വരണം, അല്ലെങ്കിൽ കക്ഷത്തൊക്കെ ചിലപ്പോൾ ഒരു സെബേഷ്യസ് സിസ്റ്റ് എന്നൊക്കെ പറയും. ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അത് കട്ട് ചെയ്ത് റിമൂവ് ചെയ്ത് മാറ്റും. ഒരു അരമണിക്കൂറിന്റെ ഒരു ചെറിയൊരു സർജിക്കൽ പ്രൊസീജിയറാണ്. എന്നാൽ പോലും അത് ബയോപ്സി ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ഈ ഹിസ്റ്റോ ടെക്നോളജിയിൽ നമുക്ക് വരുന്നത്. അപ്പൊ ഇതിന് ടിഷ്യൂ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞ ഒരു ലോങ് പ്രോസസ്സിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഈ പറയുന്ന ടിഷ്യൂ പ്രോസസ്സിങ്ങിനുള്ള ഹിസ്റ്റോകൈനറ്റ്. അപ്പൊ ടിഷ്യൂ പ്രോസസ്സിങ്, നമ്മുടെ ശരീരത്തിൽ നിന്ന് ടിഷ്യൂ റിമൂവ് ചെയ്തു. നമുക്കൊരു സർജറി കാര്യങ്ങൾ കഴിഞ്ഞ് ടിഷ്യൂ റിമൂവ് ചെയ്തു എന്ന് കരുതാം. ആ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഇരിക്കുമ്പോൾ അതിനൊരു കേടുമില്ല. ഇപ്പൊ ഒരു ചിക്കൻ ആണെങ്കിലും, ഇപ്പൊ ഒരു കോഴിയെ കൊന്ന് ചിക്കൻ എടുത്താണെങ്കിൽ അത് നമ്മൾ വേഗം മസാലയൊക്കെ ഇട്ടിട്ട് വെക്കാറുണ്ട്, ഇല്ലെങ്കിൽ അത് കേടുവന്ന് പോവാറുണ്ട്. മസാല തിരുമ്പി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൽ കേട് വരാറില്ല, കാരണം അതിൽ ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ട്. എന്നാലും മസാല തിരുമ്പി വെച്ച് കഴിഞ്ഞാൽ പോലും അത് കൂടുതൽ സമയം ഇരിക്കില്ല, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണം. അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതേപോലെ നമ്മൾ ഈ ടിഷ്യൂ റിമൂവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ടിഷ്യൂവിനകത്ത് നമ്മുടെ മനുഷ്യ ശരീരം ഉണ്ടാകുമ്പോൾ തന്നെ അത് എന്തെങ്കിലും നശിപ്പിക്കപ്പെടേണ്ടതാണെന്നും അത് നശിപ്പിക്കാനുള്ള സിസ്റ്റം നമ്മുടെ ബോഡിയിൽ തന്നെയുണ്ട്. ലൈസോസൈം ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, സൂയിസൈഡൽ ബാഗ് എന്ന് പറയുന്നത്. ഓരോ സെല്ലിനകത്തും ഉണ്ട്. അപ്പൊ ഒരു ടിഷ്യൂ ഒക്കെ നമ്മുടെ ബോഡിയിൽ നിന്ന് റിമൂവ് ആയി പോയി കഴിഞ്ഞു കഴിഞ്ഞാലും, ഇപ്പൊ നമ്മുടെ കൈ ഒരു വിരൽ ഒരറ്റം വിട്ടുപോയി കഴിഞ്ഞാലും അത് നോർമൽ ഇപ്പൊ നമ്മുടെ ബോഡിയിൽ ഇരിക്കുന്ന പോലെ ഇരിക്കില്ല. അതിനകത്ത് ഈ കുറച്ച് കഴിഞ്ഞ് അവർക്ക് ബ്ലഡ് സപ്ലൈ ഒന്നും വരാതിരുന്നാൽ, ഓക്സിജൻ കിട്ടാതിരുന്നു കഴിഞ്ഞാൽ ആ ലൈസോസോം ഒക്കെ ആക്ടിവേറ്റ് ആയി ആ സെല്ലെല്ലാം ഡെത്ത്, ഓരോ സെൽ വൈസ് ഡെത്തായി, അത് ടിഷ്യൂ ഡെത്തായി അങ്ങനെ നശിച്ചു പോകും. നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാലും ബോഡി എന്തിനാ ഫ്രീസറിൽ വെക്കുന്നത്? നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എപ്പോൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ എപ്പോൾ ബോഡി ടെമ്പറേച്ചർ നമ്മുടെ കുറയുന്നോ ആ സമയത്ത് നമ്മുടെ ഇൻഡസ്റ്റൈനിലുള്ള ക്ലോസ്ട്രീഡിയം പോലെയുള്ള കൊമൻസൽ ആയിട്ടുള്ള ബാക്ടീരിയ ബ്ലഡിലേക്ക് എൻട്രിയും നമ്മുടെ ബോഡി ഡീകമ്പോസ് ചെയ്ത് തുടങ്ങും. അപ്പൊ ഈ ബാക്ടീരിയൽ ആക്ഷൻ ഒക്കെ കാരണമാണ് വയറ് വന്ന് വീർക്കുകയൊക്കെ ചെയ്യുന്നത്. ഒരു വളരെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ സ്കിൻ അഴുകി, മണ്ണിനടിയിലാണെങ്കിലും ഇനിയിപ്പോ ഈ നമ്മൾ ശവപ്പെട്ടിക്കകത്തൊക്കെ ആണെങ്കിൽ സ്കിൻ അഴുകി, അങ്ങനെ അത് മൊത്തത്തിൽ നമ്മുടെ ബോഡി മൊത്തം ബോൺ മാത്രം ഒരു 2 മാസം കൊണ്ട് വെറും ബോണുകൾ മാത്രമായിട്ടൊക്കെ മാറും. പിന്നെ ബോണും നശിച്ചു പോകും, എല്ലുകളും നശിച്ചു പോകും. അപ്പോ നമ്മുടെ ബോഡിയിൽ നിന്ന് ഒരു പാർട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും ഇതേപോലെയാണ്. നമ്മുടെ ശരീരത്തിൽ ജീവനില്ലാതായി, ഹാർട്ട് ബീറ്റ് ചെയ്യാതായി, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്ന് പമ്പ് ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെ പ്രശ്നം വരികയാണെങ്കിലും നമുക്ക് ഇതേപോലെ ഇഷ്യൂസ് വരാം. ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ തന്നെ ഒരു ഭാഗത്തേക്ക് ഇപ്പൊ നല്ല ഒരു മുറിവ് പഴുത്ത് അവിടെ മുറിവായി, ഇനി കാല് മുറിക്കണം, കൈ മുറിക്കണം, അല്ലെങ്കിൽ ആ വിരല് മുറിച്ച് കളയണം, ഇല്ലെങ്കിൽ നമുക്കൊരു ആക്സിഡന്റ് പറ്റി,
ആക്സിഡന്റ് പറ്റി കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ എത്താൻ വൈകിപ്പോയി, ഒരു മുറിവ് പറ്റി, ഒരു ഭാഗം ഒരു വിരൽ ഒടിഞ്ഞു തൂങ്ങുകയാണ്, ഒടിഞ്ഞു തൂങ്ങി അത് ചെറിയൊരു പീസ് മാത്രമായിട്ട് ടച്ച് ചെയ്തിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ പറയും നിങ്ങൾ എത്താൻ വൈകി, ഇനി ഇത് ചെയ്യാൻ പറ്റില്ല. ഈവൻ നമ്മുടെ സ്റ്റിച്ച്, ഒരു മുറിവ് പറ്റിക്കഴിഞ്ഞാൽ വിത്തിൻ 6 hours 6 മണിക്കൂറിനുള്ളിൽ ആ സ്റ്റിച്ച് മുറിവ് കെട്ടണം. എന്നാലും സ്റ്റിച്ച് ചെയ്താലേ ഇത് കാര്യമുള്ളൂ. ലേറ്റ് ആയി കഴിഞ്ഞാൽ അത് സ്റ്റിച്ച് ചെയ്തിട്ട് കാര്യമില്ല. ആ മുറിവ് ഉണങ്ങിയിട്ടാണെങ്കിലും ആ പാട് അതുപോലെയൊക്കെ നിന്ന് അങ്ങനെ തന്നെ വരും. സ്റ്റിച്ച് ചെയ്യുന്ന പോലെ കൂടി ചേരണമെങ്കിൽ വിത്തിൻ 6 hours 6 മണിക്കൂറിൽ വേണമെന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ നമ്മുടെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അത് ഡീകമ്പോസ് ചെയ്ത് തുടങ്ങും. അപ്പൊ നമുക്ക് എങ്ങനെ കാണണ്ടത്? നമ്മുടെ ബോഡിയിൽ ഇരിക്കുമ്പോൾ എങ്ങനെയായിരുന്നു ഉള്ളത് അതുപോലെ തന്നെ കാണണം. സോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ ടിഷ്യൂനെ നമ്മുടെ ബോഡിയിൽ ഇരിക്കുമ്പോൾ അതിന് എന്തൊക്കെ ബോഡിയിൽ നിന്ന് റിമൂവ് ആയി കഴിഞ്ഞാൽ എന്തൊക്കെ ഡാമേജ് ആണോ വരുന്നത് ആ ഡാമേജിനെല്ലാം പ്രിവെന്റ് ചെയ്യണം. ആ ഡാമേജിനെല്ലാം പ്രിവെന്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ഫിക്സേഷൻ. പ്രിസർവ് ടിഷ്യൂ മോർഫോളജി. മോർഫോളജി എന്ന് പറയുമ്പോൾ സെല്ലുലാർ ലെവലിൽ, മൈക്രോസ്കോപ്പിക് ലെവലിലുള്ള മോർഫോളജി പ്രിസർവ് ചെയ്യുന്നതാണ്. ആൻഡ് പ്രിവെന്റ് ഓട്ടോലൈസിസ്. ഓട്ടോലൈസിസ് ആണ് ഞാൻ പറഞ്ഞ ഓട്ടോ സെൽഫ് ലൈസിസ്. നമ്മുടെ ബോഡിയിലുള്ള സെല്ലിനകത്തുള്ള ലൈസോസൈം ഒക്കെ ബ്രേക്ക് ചെയ്ത് ഈ പറയുന്ന എൻസൈം റിലീസ് ചെയ്ത്, ലൈസോസോം ബ്രേക്ക് ചെയ്ത് ലൈസോസൈം എൻസൈം റിലീസ് ചെയ്ത് അത് ആ സെല്ലിനെ നശിപ്പിക്കുന്നു. പിന്നെ ഡി കെ പറഞ്ഞ എന്താ? അഴുകി പോകുന്നത്. അഴുകുന്നത് എങ്ങനെ? ഇപ്പൊ റോഡിൽ ഒരു എലി ചെത്ത് കിടന്നാൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു എലി ചെത്ത് കിടന്നാൽ അഴുകി പോകുന്നത് എന്തുകൊണ്ടാണ്? അത് നമ്മുടെ പ്രകൃതിയുടെ ഒരു മെക്കാനിസം ആണ്. ജീവനില്ലാതെ പെട്ടെന്ന് അഴുകിയതില്ല, അല്ലെങ്കിൽ ഈ മരണപ്പെടുന്നോ അല്ലെങ്കിൽ ഇതൊന്നും ബോഡി അഴുകാതിരിക്കുകയാണ്. ഒരു മൃഗം, എന്തെങ്കിലും ഒരു മൃഗം അല്ലെങ്കിൽ കാട്ടിലൊരു മൃഗം ചത്തുപോയി, അത് കിടന്ന് അഴുകി ഇല്ലാതായിട്ട് അത് ഈവൻ മണ്ണോട് മണ്ണായിട്ട് അലിഞ്ഞു ചേർന്ന് പോകും. സമയം എടുത്തിട്ടാണെങ്കിലും കാട്ടിലേക്ക് ഒരു മൃഗം ചത്തുപോയി കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇപ്പൊ ഒരു മൃഗത്തെ, ഇപ്പൊ ഒരു സിംഹം പുലി എന്തെങ്കിലും വേട്ടയായി പിടിച്ചിട്ട് അത് പകുതി തിന്നു കഴിഞ്ഞാലും ബാക്കി ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഈ മറ്റേ ഹൈനകള് അങ്ങനെയുള്ള ജീവികളെല്ലാം അതിനെ ബാക്കിയുള്ള വേസ്റ്റ് തിന്നിട്ടാണെങ്കിലും അഴുകിയ ഇത് തിന്നിട്ടാണെങ്കിലും അതിനെ നമ്മൾ ഇത് ചെയ്യാറുണ്ട്. അത് നമ്മുടെ ഭൂമിയുടെ ഒരു സിസ്റ്റമാണ്. ഈവൻ അങ്ങനെ വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളാണെങ്കിലും തിന്നുന്ന ജീവികളുണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പൊ ചോറിന്റെ ഒക്കെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ എങ്ങനെ, ഇപ്പൊ രാത്രി നമ്മൾ കുറച്ച് ചോറ് നമ്മൾ തൊടിയിലേക്ക് എവിടേക്കെങ്കിലും കളഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേക്ക് അത് കാണാത്ത എന്തുകൊണ്ടാണ്? അഴുകിയതാണെങ്കിലും പഴകിയതാണെങ്കിലും അതൊക്കെ കഴിക്കാനും ജീവികളുണ്ട്. അങ്ങനെ ഒരു ക്ലീനിങ് മെക്കാനിസം നമ്മുടെ പ്രകൃതിയിലുണ്ട്. അതേപോലെ ഡീകേ ചെയ്ത് പോകും. ഡീകേ ചെയ്തിട്ട് അത് നല്ല സ്മെല്ല് വരുന്നുണ്ടാവും, ഈച്ചകൾ വരുന്നുണ്ടാവും. എങ്ങനെയാണെങ്കിൽ ഡീകേ ചെയ്ത് അഴുകി തീർന്ന് ഇല്ലാതായി പോകും. അപ്പൊ അത് രണ്ടും പ്രിവെന്റ് ചെയ്യണം, ഓട്ടോളിസിസ് ആൻഡ് ഡീകേ. ഡീകേ എന്നുള്ളതിന് നമുക്ക് വേറൊരു വേർഡ് യൂസ് ചെയ്യാം, പ്യൂട്രിഫാക്ഷൻ. ഇത് നിങ്ങൾ ഇനി കേൾക്കാതിരിക്കുന്നത് PEU, പ്യൂട്രിഫാക്ഷൻ. പ്യൂട്രിഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ബാക്ടീരിയൽ ആക്ഷനിൽ ഒരു സെല്ല് നശിച്ചു പോകുന്നതാണ് പ്യൂട്രിഫാക്ഷൻ. നമ്മുടെ ബോഡി അഴുകുന്നത് പ്യൂട്രിഫാക്ഷൻ കൂടി കൊണ്ടാണ്. ഓട്ടോളിസിസ്, ഓരോ സെല്ലും ഇൻഡിവിജ്വലി അതിനെ തന്നെ നശിപ്പിക്കുന്നത്. അപ്പൊ ഇങ്ങനെ അത് നശിക്കാതിരിക്കാൻ നമ്മൾ ഫിക്സേഷൻ ചെയ്യുന്നു. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഫിക്സേഷൻ ചെയ്യുമ്പോൾ മൈക്രോസ്കോപ്പിക് ആൻഡ് മാക്രോസ്കോപ്പിക് അനാട്ടമി ഓഫ് ദ ടിഷ്യൂ ഈസ് പ്രിസർവ്ഡ് ആസ് ലൈഫ് ലൈക്ക് മാനർ. നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണോ അതേപോലെ പ്രിസർവ് ചെയ്യുന്നു. ഇപ്പൊ ഡെഡ് ബോഡീസ് ഒരെണ്ണം പ്രിസർവ് ചെയ്യുകയാണെങ്കിൽ എന്താണ് അത്? നമ്മൾ ഈ കെഡാവർ, ഡെഡ് ബോഡികൾ നിങ്ങളിപ്പോൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈ ഡിസെക്ഷൻ ഹാളിലൊക്കെ പോയി കഴിഞ്ഞാലും കാണാൻ പറ്റും. ഇപ്പൊ ലേറ്റസ്റ്റ് ഒരു സിനിമ ഇറങ്ങിയതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും കെഡാവർ, ആകാശഗംഗ 2. അതിലൊക്കെയാണ് ഇപ്പൊ ലേറ്റസ്റ്റ് സിനിമയിലൊക്കെ കാണിച്ചിരിക്കുന്നത്. അതേപോലെ പക്ഷെ ആ ബോഡിയിൽ എന്ത് ചെയ്യും ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫിക്സേഷൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഈ ഫോർമലിനൊക്കെ ഇട്ടിട്ട് ഫിക്സേഷൻ ചെയ്യുന്നത് ഫോർമലിൻ എന്ന് പറഞ്ഞ ഫ്ലൂയിഡിൽ വെച്ചിട്ടാണ്. ഫോർമാൽഡിഹൈഡ്, ഫോർമലിൻ. ഇത് ചെയ്താൽ പോലും നമ്മുടെ സ്കിന്നൊക്കെ ഡാർക്കൻ ചെയ്തു പോയി, ബോഡി ഒന്ന് ചീർത്ത് പ്രിസർവ് ചെയ്യും. അതായത് ബോഡി ആസ് യൂഷ്വൽ നോർമൽ, പക്ഷേ ബ്ലഡ് സപ്ലൈ നമ്മുടെ നോർമൽ ഫ്ലഷ് പോലെ ഒരു അത്ര ഇലാസ്റ്റിസിറ്റി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, അതെല്ലാം പോയിട്ടുണ്ടാവും, എന്നാൽ അത് പ്രിസർവ് ചെയ്യും. അപ്പൊ അതാണ് ഫിക്സേഷൻ എന്ന് പറയുന്നത്. നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാം. അടുത്തതാണ് ഡീഹൈഡ്രേഷൻ. നമ്മുടെ ബോഡിയിൽ വാട്ടർ കണ്ടന്റ് ഉണ്ട് ഒരുപാട്. നമ്മുടെ ബിൽഡിംഗ് ബ്ലോക്ക് പ്രോട്ടീനുകളാണ്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, ന്യൂക്ലിക് ആസിഡ്സ് ഉണ്ട്, ലിപ്പിഡ്സ് ഉണ്ട്, വാട്ടറും ഉണ്ട്. ഇതെല്ലാം ചേർന്നാണ് നമ്മുടെ ബോഡി ഉണ്ടായിരിക്കുന്നത്. കാൽഷ്യംസ്, മിനറൽസ് ഉണ്ട്, വൈറ്റമിൻസ് എല്ലാം ഉണ്ട് നമ്മുടെ ബോഡിയിൽ. അപ്പോൾ വാട്ടർ ഒരുപാട് ഉണ്ടാവും. പിന്നെ ഈ ഫിക്സേഷനിലൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മൾ 10% ഫോർമലിനാണ്.
10 ml ഫോർമലിൻ എടുത്തിട്ട് 90 ml വാട്ടർ ആഡ് ചെയ്തിട്ട് 10% ഫോർമലിനാണ് എടുക്കുന്നത്. അപ്പൊ ഇതിനകത്തേക്ക് ഇടുമ്പോൾ നമ്മൾ മാങ്ങ ഉപ്പിലിട്ടാൽ എന്താ സംഭവിക്കുക? എക്സ്ചേഞ്ച് നടന്ന ഉപ്പിന്റെ കണ്ടന്റ് മൊത്തം കിട്ടില്ല. അതേപോലെ നമ്മുടെ ബോഡിയിൽ ആ ടിഷ്യൂ സെക്ഷനിൽ അല്ലെങ്കിൽ ആ ചെറിയ ബയോപ്സിയിൽ ഈ പറയുന്ന ഫോർമലിൻ കയറി നിൽക്കും. ഫോർമലിൻ കയറി നിൽക്കും, അപ്പൊ വാട്ടറും ഒപ്പം കയറും. 10% ഫോർമുല, 10% ഫോർമലിനുള്ളൂ, 90% വെള്ളമാണ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പിലോ ഡീഹൈഡ്രേഷൻ. ഡീഹൈഡ്രേഷൻ ഹൈഡ്രേഷൻ എന്ന് പറയുമ്പോൾ വാട്ടർ കൊടുക്കുക, ഡീഹൈഡ്രേഷൻ എന്ന് പറയുമ്പോൾ വാട്ടർ റിമൂവ് ചെയ്യാം. റിമൂവൽ ഓഫ് വാട്ടർ യൂസിങ് ഇൻക്രീസിങ് കോൺസെൻട്രേഷൻ ഓഫ് ആൽക്കഹോൾ. ആൽക്കഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടറിനെ വലിച്ചെടുക്കും, വാട്ടറിനെ ഇന്ന് റിമൂവ് ചെയ്യും. അപ്പൊ നമ്മൾ ഇത്രയും വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കുന്ന ഈ സാധനത്തെ നമ്മൾ ഒരു ഡീഹൈഡ്രേറ്റിംഗ് ആൽക്കഹോളിൽ ഇടുമ്പോൾ ഇതിനകത്തെ വാട്ടർ മുഴുവൻ റിമൂവ് ചെയ്തിട്ട് ഈ ടിഷ്യൂവിനകത്ത് എവിടേക്കാണോ അല്ലെങ്കിൽ ഈ സെല്ലിനകത്ത് എവിടേക്കാണോ വാട്ടർ പോയി കിടക്കുന്നത്, ഫോർമലിൻ മിക്സ്ഡ് ആയിട്ടുള്ള വാട്ടർ പോയി കിടക്കുന്നത്, അതിനെല്ലാം റിമൂവ് ചെയ്തിട്ട് ഈ ആൽക്കഹോൾ, എത്തനോൾ, ഫിക്സേറ്റീവ് ഒരുപാടെണ്ണം ഉണ്ട്. ഫോർമലിൻ എന്ന് പറഞ്ഞാൽ കോമൺ ആയി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ കോമ്പിനേഷൻ ഓഫ് ഡിഫറെന്റ് ഫ്ലൂയിഡ്, ഡിഫറെന്റ് കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട് ഫിക്സേറ്റീവ് ആയിട്ട്. ഡീഹൈഡ്രേഷൻ നമുക്ക് ആൽക്കഹോൾ യൂസ് ചെയ്യാം, എത്തനോൾ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, മെത്തനോൾ യൂസ് ചെയ്യാം, ഐസോപ്രോപ്പനോൾ യൂസ് ചെയ്യാം, അസറ്റോൺ യൂസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഡീഹൈഡ്രേറ്റിംഗ് ഏജൻസ് ഉണ്ട്. അപ്പൊ ഇതില് ഈ പറയണ ടിഷ്യൂവിനകത്തുള്ള ഫിക്സേഷനിലുള്ള വാട്ടറിനെ റിമൂവ് ചെയ്ത് അവിടെ ആൽക്കഹോൾ കയറിയിരിക്കുന്നു. ഇതാണ് ടിഷ്യൂ പ്രോസസ്സിംഗ് പറയുന്നത്. ഈ ആൽക്കഹോളിനെ നമ്മൾ പിന്നെ റിമൂവ് ചെയ്യും. അതിനാണ് ക്ലിയറിംഗ് എന്ന് പറയുന്നത്. ആൽക്കഹോൾ ഈസ് റിമൂവ്ഡ് ആൻഡ് റീപ്ലേസ്ഡ് വിത്ത് എ സോൾവെന്റ് ലൈക്ക് സൈലിൻ. സൈലിനാണ് കോമൺ ആയി യൂസ് ചെയ്യുക. സൈലിൻ, ബെൻസിൻ, ടൊളുവിൻ, സെഡാർവുഡ് ഓയില്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ടിഷ്യൂവിനകത്ത് നോർമലി അതിനകത്ത് ലൈസോസോം ആക്ടിവേറ്റ് ചെയ്യാതിരിക്കാനും ബാക്ടീരിയൽ ആക്ഷൻ വരാതിരിക്കാൻ ഫിക്സേറ്റീവിനെ കയറ്റി വെക്കുന്നു, ഫോർമലിനെ കയറ്റി വെക്കുന്നു. എന്നിട്ട് പിന്നെ ഫോർമലിനെ റിമൂവ് ചെയ്ത് ആൽക്കഹോൾ ആക്കുന്നു നമ്മൾ. എന്നിട്ട് ആൽക്കഹോളിനെ റിമൂവ് ചെയ്ത് സൈലിൻ ആക്കുന്നു. ഇത് എന്തിനാ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫിക്സേറ്റീവ് ഫോർമലിൻ ഒരിക്കലും ഇത് ഏറ്റവും ചെയ്യുന്നത് വാക്സിനകത്താണ്, മെഴുകിനകത്താണ്. ഈ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പഠിക്കാൻ മീൻസ് അതിന്റെ അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള തിൻ സീരിയൽ സെക്ഷനായി കട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ മെഴുകിനകത്താക്കിയിട്ടാണ് ചെയ്യുക. ആ മെഴുകുമായിട്ട് ഒരിക്കലും വെള്ളം മെഴുക് മിക്സ് ആവോ? ഇല്ല. മെഴുക് ഇപ്പോ മെഴുകനായിട്ട് നല്ല മോൾട്ടൻ്റ് ആയിട്ടുള്ള നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന മെഴുകിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാലും വെള്ളവും മെഴുകും രണ്ടായിട്ടേ ഇരിക്കുള്ളൂ. വെള്ളം ആൽക്കഹോളും മിക്സ് ആവും. നമ്മൾ മദ്യപിക്കുന്ന ആൾക്കാരൊക്കെ വെള്ളം ആൽക്കഹോളും മിക്സ് ആവുന്ന സാധനങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വെള്ളത്തിനെ നമ്മൾ എന്ത് ചെയ്യും? ആൽക്കഹോൾ വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. ഈ ആൽക്കഹോളിനെ സൈലീൻ വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. അതാണ് ക്ലിയറിംഗ്. അതിനുശേഷം കണ്ടില്ലേ, ദാറ്റ് മിസിബിൾ വിത്ത് ബോത്ത് ആൽക്കഹോൾ ആൻഡ് പാരഫിൻ. അപ്പൊ ഇവിടെ എന്താ വെച്ചാൽ ഈ ഡീഹൈഡ്രേറ്റ് ചെയ്യുന്ന ആൽക്കഹോളും ഈ ഇൻഫിൽട്രേഷൻ ഓർ ഇംപ്രഗ്നേഷൻ ചെയ്യുന്നത് ടിഷ്യൂ സാച്ചുറേറ്റഡ് വിത്ത് പാരഫിൻ വാക്സ് ഓർ റെസിൻ. പാരഫിൻ വാക്സ് ഇപ്പൊ അത് ഓർത്ത് വെച്ചാൽ മതി. റെസിൻസ് വിട്ടേക്കുക, പാരഫിൻ വാക്സ്. അപ്പൊ നമ്മൾ ഈ ടിഷ്യൂവിനെ കട്ട് ചെയ്യാൻ വേണ്ടി മെഴുകിനുള്ളിൽ വെച്ചിട്ട് മെഴുകിനെ ബ്ലേഡ് വെച്ച് തിൻ സ്ലൈസസ് ആയി കട്ട് ചെയ്യുമ്പോൾ ആ ടിഷ്യൂ കട്ട് ചെയ്തിട്ട് വരും. നമ്മൾ ഈ കട്ട് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 മൈക്രോൺ 4 മൈക്രോൺ തിക്നെസ്സിലായിരിക്കും. അപ്പൊ അതിനാണ് മെഴുകിന്റെ സപ്പോർട്ട് നമ്മൾ വാങ്ങിക്കുന്നത്. ടിഷ്യൂ അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ പ്രോപ്പറായി കട്ട് ചെയ്യാതിരിക്കുമ്പോൾ അതിന്റെ ഒരു സപ്പോർട്ടിങ് ഫ്രെയിം വർക്ക് ആയിട്ടാണ് മെഴുക് പുറത്തിരിക്കുക. അതേപോലെ തന്നെ ടിഷ്യൂന്റെ ഉള്ളിലേക്ക് മെഴുക് വരും. അപ്പൊ ഇതെല്ലാം കൂടി ആ ടിഷ്യൂ അതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് സാച്ചുറേറ്റഡ് ആയിട്ടിരിക്കും. അപ്പൊ അതാണ് ആ ഇംപ്രഗ്നേഷൻ. ഇത്രയും സ്റ്റെപ്പിനെ, അതായത് ഫിക്സേഷൻ, ഡീഹൈഡ്രേഷൻ, ക്ലിയറിംഗ്, ഇംപ്രഗ്നേഷൻ, ഇത്രയും സ്റ്റെപ്പിനെയാണ് നമ്മൾ ടിഷ്യൂ പ്രോസസ്സിംഗ് എന്ന് പറയുക. ഇത്രയും സ്റ്റെപ്പിനാണ് ടിഷ്യൂ പ്രോസസ്സിംഗ് എന്ന് പറയുക. അതായത് ഫിക്സേഷൻ, ഡീഹൈഡ്രേഷൻ, ക്ലിയറിംഗ്, ഇംപ്രഗ്നേഷൻ. ഈ 4 സ്റ്റെപ്പിനെയാണ് നമ്മൾ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അത് മെയിൻ സ്റ്റെപ്പുകൾ. അത് കഴിഞ്ഞാൽ ഇതിന് എംബഡിങ് ഉണ്ട്. ഇത് മാനുവൽ ചെയ്യുന്നത്. എംബഡിങ്ങും പ്രോസസ്സിംഗിൽ തന്നെ വരുന്ന സ്റ്റെപ്പാണ്. പക്ഷേ ഓട്ടോമേറ്റഡ് ടിഷ്യൂ പ്രോസസ്സേഴ്സ്, ഇതാണ് ഓട്ടോമേറ്റഡ് ടിഷ്യൂ പ്രോസസ്സർ ഹിസ്റ്റോകൈനറ്റ്. ഇതിൽ കണ്ടില്ലേ, ഈ ഒരു സ്റ്റീൽ ട്രേ കണ്ടില്ലേ? ഈ സ്റ്റീൽ ട്രേക്കകത്ത് ടിഷ്യൂസ് നമ്മൾ ഇട്ട് വെക്കും, പേഷ്യന്റ് ഐഡന്റിഫിക്കേഷനൊക്കെ വെച്ച്. ഇതിൽ ആൽക്കഹോൾ ആയിരിക്കും ഒരു 2-3 എണ്ണത്തിന്. അപ്പൊ ഫിക്സേറ്റീവിൽ ഇട്ട സാധനങ്ങൾ ആൽക്കഹോളിൽ ഇടുമ്പോൾ ഡീഹൈഡ്രേഷൻ, അപ്പുറത്തൊരു 3 എണ്ണം ഉണ്ടാവും, അതിൽ ക്ലിയറിംഗ്. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഈ വെള്ള കളറിൽ കാണുന്ന ഇത് ഇംപ്രഗ്നേഷൻ ആയിരിക്കും.
ഇതിൽ പാരഫിൻ വാക്സ് ആയിരിക്കും. അങ്ങനെയാണ് നമ്മളത് ചെയ്യുന്നത്. ഇനി എംബഡിങ് ഇൻഫിൽട്രേറ്റഡ് ടിഷ്യൂ, നമ്മുടെ ഈ പറയുന്ന പാരഫിനകത്തിട്ട് വെച്ച ടിഷ്യൂ ഈസ് ഓറിയന്റഡ് ആൻഡ് സോൾഡിഫൈഡ് ഇൻ പാരഫിൻ ബ്ലോക്ക്. ഈ പാരഫിൻ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള എൽ പീസസ് എന്ന് പറയും, ലൂക്കാർഡ് എൽ പീസസ്. ഇങ്ങനെ എൽ ഷേപ്പ് ആകുമ്പോൾ ഇത് ഇങ്ങോട്ട് നീക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കും. ഒരു ടിഷ്യൂ ചെയ്യണമെങ്കിലും ഇത് ഇങ്ങനെ കേട്ടോ ഇങ്ങോട്ട് ചേർന്നിരിക്കും. ഇതിനകത്ത് ഒരു ടിഷ്യൂ വെക്കാം. ഇതിന്റെ ഇങ്ങനെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഇതിങ്ങനെ വീതി കൂട്ടിയെടുക്കാം. ഇനി ഇത് ഇങ്ങനെ ചെയ്താൽ വീതി കുറച്ചും വരും. ഇതന്നെ ഒരേ സാധനം എൽ പീസസ്, ലൂക്കാർഡ് എൽ പീസസ് എന്ന് പറയും. അതിനകത്ത് കുറച്ച് വാക്സ് ഒഴിക്കുന്നു. ഈ ടിഷ്യൂവിന്റെ കട്ട് ചെയ്ത സർഫസ് നമ്മുടെ ബോഡി ടിഷ്യൂ കൊണ്ടുവന്നാലും ഇപ്പൊ വലിയ മുഴകൾ പോലെയുള്ള സാധനങ്ങൾ, ചെറിയൊരു ഫുട്ബോളിന്റെ സൈസിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നും കൊണ്ടുവന്ന് അത് മൊത്തം നമ്മൾ ടെസ്റ്റ് ചെയ്തെടുക്കില്ല. അതിനെ കട്ട് ചെയ്ത് അതിന്റെ ഐഡന്റിക്കൽ ആയിട്ടുള്ള എവിടെയാണോ ഡൗട്ട് തോന്നുന്നത് ക്യാൻസർ, അത് ചെറിയ പീസ് ഒരു 1 to 2 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള അല്ലെങ്കിൽ ഒരു 3 to 4 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ടിഷ്യൂ മാത്രമേ നമ്മൾ എടുക്കൂ. അത് ടിഷ്യൂ ക്യാപ്സ്യൂളിലൊക്കെ ഇട്ടിട്ടൊക്കെയാണ് നമ്മൾ ഈ പ്രോസസ്സിങ് എല്ലാം ചെയ്യുന്നത്. അപ്പൊ അതിനുശേഷം ഇതിനകത്ത് വെച്ചിട്ട് ആ ടിഷ്യൂ, ഇതിപ്പോ ഇങ്ങനത്തെ ഒരു ടിഷ്യൂ ആണെങ്കിൽ ഇതിനകത്ത് വെച്ച് ഇത് രണ്ടാമത്തെ ഒരു ടിഷ്യൂ ഇതിനകത്ത് വെക്കും. എന്നിട്ട് ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഈ ഇരുമ്പ് കട്ട, ലൂക്കാർഡ് എൽ പീസസ് എന്ന് പറയുന്ന ഈ ഇരുമ്പ് കട്ടകൾ ഇവിടുന്ന് റിമൂവ് ചെയ്യും. അപ്പൊ ഇതൊരു മെഴുകിന്റെ ബ്ലോക്കായി വരും. ഇത് നടുവ് കട്ട് ചെയ്യും. അപ്പൊ 2 ബ്ലോക്കുകളായിട്ട് മാറും. അങ്ങനെയാണ് ചെയ്യുന്നത്. എന്നിട്ട് സെക്ഷൻ കട്ടിങ് മൈക്രോടോം എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്ട്രുമെന്റ് വെച്ചിട്ടാണ് 3 to 5 മൈക്രോമീറ്റർ. സെക്ഷൻ കട്ടിങ്ങിന്റെ തിക്നെസ് നിങ്ങളോട് ചോദിക്കും. 3 to 6 3 to 5 ഒക്കെയാണ് കട്ടിങ് തിക്നെസ് വരിക, ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടിഷ്യൂ. ചിലത് 6 മൈക്രോണിൽ കട്ട് ചെയ്യേണ്ടത് ആവശ്യം വരും. അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റെയിനിങ് ചെയ്യും. ഇതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയി പറയാൻ പോകുന്നുണ്ട്. ഇനി സ്റ്റെയിനിങ് ചെയ്യുമ്പോൾ കളർ കോൺട്രാസ്റ്റ് കൊടുക്കുകയാണ്. ടിഷ്യൂ കോൺട്രാസ്റ്റ് ഫോർ മൈക്രോസ്കോപ്പിക് സ്റ്റഡി. പിന്നെ മൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ലൈഡിലുള്ള സെക്ഷന്റെ മേലെ എന്താ പറയാ DPX ഡിസ്ട്രിൻ ഡൈബുട്ടൈൽ താലക്സൈലിൻ എന്ന് പറയുന്നത് വെച്ചിട്ട് മൗണ്ടിങ് മീഡിയ വെച്ചിട്ട് മൗണ്ട് ചെയ്യണം. അതിൻ്റെ ഉള്ളിൽ അത് ഈ സ്ലൈഡിന് മേലെ വേറൊരു ചെറിയൊരു തിൻ സ്ലൈഡ് വെച്ച് കവർ സ്ലിപ്പ് വെച്ചിട്ട് അതവിടെ ഒട്ടിച്ച് സ്ട്രോങ് ആക്കി വെക്കുക. അപ്പൊ ഈ ടിഷ്യൂവിന് ഡാമേജ് വരില്ല. ഓക്കെ, ഇത്രയാണ് യൂഷ്വൽ പ്രോസസ് ഓഫ് ടിഷ്യൂ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്കത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്താണ് ഫിക്സേഷൻ? ടു പ്രിസർവ് ദ ടിഷ്യൂ ആസ് ലൈഫ് ലൈക്ക് മാനർ അല്ലെങ്കിൽ ലൈഫ് ലൈക്ക് സ്റ്റേറ്റ് ആസ് പോസിബിൾ. നമ്മുടെ ബോഡിയിൽ എങ്ങനെയാണ് അതേപോലെ പ്രിസർവ് ചെയ്യും. ഫോമലിൻ 10% ഫോമലിനാണ് നമ്മൾ യൂസ് ചെയ്യുക. ഗ്ലൂട്രാൽഡിഹൈഡ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി നമ്മൾ റൊട്ടീൻ മൈക്രോസ്കോപ്പി ചെയ്യുന്നത്. ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പി നമുക്ക് ചെയ്യാം, റിഫ്രാക്ടൈൽ ആയിട്ട് കാണാൻ പറ്റുന്നത്. അതിനുശേഷം നമുക്ക് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി ഉണ്ട്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി ചെയ്യാം. അതാവുമ്പോൾ ഇത് നമ്മൾ നേരത്തെ പറയുന്നത് മൈക്രോമീറ്റർ സൈസിൽ കാണുന്നതിന് നമുക്ക് നാനോമീറ്റർ സൈസിൽ അത്രയും വലുതായിട്ട് കാണാൻ പറ്റും. അപ്പൊ ഈ ഫോർമാൽഡിഹൈഡ് ഗ്ലൂട്രാൽഡിഹൈഡ് ഒക്കെ യൂസ് ചെയ്യുന്നു. ഇനി ബോയിൻസ് ഫ്ലൂയിഡ്, വളരെ സോഫ്റ്റ് ആയ ടിഷ്യൂ, ടെസ്റ്റിക്കുലാർ ടിഷ്യൂ. ടെസ്റ്റിസ് ഒക്കെ വൃഷണം, ടെസ്റ്റിസിന്റെ ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ വരികയാണ്. അതിന് ഓർക്കൈറ്റിസ് എന്ന് പറഞ്ഞ രസമുണ്ട്. ഈ വൃഷണം വന്നിട്ട് വീങ്ങുന്നത്, ടെസ്റ്റിസ് മെയിൽ ടെസ്റ്റിസ് വീങ്ങുന്നത്. അപ്പൊ അത് കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ അതിനൊക്കെ ബോയിൻസ് ഫ്ലൂയിഡ് ആണ് യൂസ് ചെയ്യുക. അതുപോലെ നമ്മുടെ കുടലെടുത്ത ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട്, കുടലൊക്കെ ഫിക്സ് ചെയ്യാൻ എടുക്കുന്നത് ബോയിൻസ് ഫ്ലൂയിഡ് ആണ്. കാർണോയിസ് ഫ്ലൂയിഡ് ഉണ്ട്, ഗ്ലൈക്കോജൻ ന്യൂക്ലിക് ആസിഡ് ഒക്കെ പ്രിസർവ് ചെയ്യാൻ, ന്യൂക്ലിയർ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടാൻ വേണ്ടി. ഇതൊക്കെയാണ് കെമിക്കൽസ് ഉപയോഗിച്ചിട്ട്, എല്ലാം കെമിക്കൽസ് ആണ്, സൊല്യൂഷൻസ് ആണ്, ഇത് വെച്ച് ഫിക്സ് ചെയ്യാം. ഇനി ഹീറ്റ് ഫിക്സേഷൻ ചെയ്യാം. നമ്മളിപ്പോൾ ഒരു സ്ലൈഡിൽ ഒരു സ്മിയർ എടുക്കുകയാണെങ്കിൽ അത് ഹീറ്റ് ഫിക്സ് ചെയ്യാം, സ്മിയർ ചെയ്യുന്നത്. പിന്നെ മൈക്രോവേവ് ഫിക്സേഷൻ, മൈക്രോവേവ് ഓവനിൽ എങ്ങനെ? മൈക്രോവേവ് ഓവനിൽ ചെയ്യുമ്പോൾ നമുക്ക് എണ്ണ ഉപയോഗിക്കേണ്ട. അതിനകത്ത് കൂടെ മൈക്രോവേവ്സിനെ കടത്തി വിടുമ്പോൾ നമ്മുടെ ബേസിക് ടിഷ്യൂവിൻ്റെ ഉള്ള പ്രോട്ടീൻ സ്ട്രക്ചർ, പ്രൈമറി, സെക്കൻഡറി, ടെർഷറി, കോട്ടണറി സ്ട്രക്ചർ എല്ലാം ആൾട്ടേർഡ് ആവും, മാറിപ്പോകുമ്പോൾ അങ്ങനെയാണ് ഈ ചിക്കൻ നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ ഈ പ്രോട്ടീൻ നമ്മൾ ചിക്കൻ ചൂടാക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതേ സംഭവം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ ഫിക്സേഷനിൽ എന്താ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് പ്രിവെന്റ് ഓട്ടോലൈസിസ്. നമ്മുടെ ലൈസോസൈം പോലെയുള്ള ആക്ഷൻ വെച്ച് പ്രിവെന്റ് ചെയ്യുന്നു. പ്യൂട്രിഫാക്ഷൻ, ബാക്ടീരിയൽ ആക്ഷൻ കൊണ്ടുള്ള ബ്രേക്ക് ഡൗൺ പ്രിവെന്റ് ചെയ്യുന്നു.
നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള ബാക്ടീരിയ തന്നെ നമ്മുടെ ബോഡി ഡീകമ്പോസ് ചെയ്ത് കൊടുക്കും. ടിഷ്യൂന്റെ അതേ ആർക്കിടെക്ചർ പ്രിസർവ് ചെയ്യുന്നു, നമ്മുടെ ബോഡിയിൽ എങ്ങനെയാണോ അതേപോലെ പ്രിസർവ് ചെയ്യുന്നു. ഹാർഡ് ദ ടിഷ്യൂ ഫോർ സെക്ഷനിങ്. കോഴിയിറച്ചി നിങ്ങൾ നോക്കിയാൽ മതി. കോഴിയിറച്ചി ഇനീഷ്യലി നമ്മൾ ആ ഇറച്ചിയായിട്ട് തൊടുമ്പോഴും ചിക്കൻ പീസായിട്ട് വേവിച്ച് കഴിഞ്ഞ്, വേവിച്ച് ഓർത്താൽ മതി, കറിയല്ല, വേവിച്ച് കഴിഞ്ഞാലുള്ള അതിനൊരു ടെക്സ്ചർ മാറില്ലേ, കുറച്ച് ഹാർഡൻ ആയിട്ട് മാറില്ലേ. പക്ഷെ മറ്റേത് നല്ല ഇലാസ്റ്റിസിറ്റി ഉണ്ടാവും. ഫ്രഷ് മീറ്റ് ആണെങ്കിൽ ഇത് പെട്ടെന്ന് നമുക്ക് പൊട്ടിക്കാനെല്ലാം പറ്റും, പക്ഷെ ഇലാസ്റ്റിസിറ്റി നന്നായി കുറയും. പക്ഷെ അതിന്റെ മൊത്തത്തിൽ ഷേപ്പും ഇതൊക്കെ മാറില്ല, നോർമൽ ഇറച്ചി കാണുന്ന പോലെയല്ല കാണും. ഇറ്റ് മെയിൻറ്റെയിൻ കെമിക്കൽ കോമ്പോസിഷൻ, അതിനകത്തുള്ള ഗ്ലൈക്കോജൻ, ലിപ്പിഡ്, പ്രോട്ടീൻ, ഇതെല്ലാം പ്രിസർവ് ചെയ്യുന്നത്. അതാണ് ഫിക്സേഷന്റെ ഗുണങ്ങൾ. അപ്പൊ ഇനി ടിഷ്യൂ പ്രോസസിങ്. ഫിക്സേഷൻ കഴിഞ്ഞാൽ ടിഷ്യൂ പ്രോസസിങ്, ഈ പറയുന്ന ഓട്ടോമേറ്റഡ് ടിഷ്യൂ പ്രോസസ്സേഴ്സിനെയാണ് നമ്മൾ ഹിസ്റ്റോകൈനറ്റ് എന്ന് പറയുന്നത്. ഇത് ഡീഹൈഡ്രേറ്റ് ചെയ്യും, ക്ലിയറിങ് ചെയ്യും, പാരഫിൻ ഇൻഫിൽട്രേഷൻ വരെ ഇതിൽ ചെയ്യും. അപ്പൊ ഇതിലാണ് നമ്മൾ ഈ ടിഷ്യൂ ക്യാപ്സ്യൂൾ. ടിഷ്യൂ ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് ഉണ്ട്. ടിഷ്യൂ ടെക് ഉണ്ട്, ടിഷ്യൂ ക്യാപ്സ്യൂൾ ഉണ്ട്, റൗണ്ട് ഉണ്ട്. ഇതിനകത്ത് നമ്മളിപ്പോ ടെസ്റ്റ് ചെയ്യേണ്ട ടിഷ്യൂ ഒരു 1 to 3 സെന്റിമീറ്റർ സൈസിലൊക്കെ കട്ട് ചെയ്തിട്ടുള്ള ഒരു 3 to 4 മില്ലിമീറ്റർ തിക്നെസ് ഉള്ള ടിഷ്യൂസ് 4-5 ബിറ്റ് എടുത്ത് അതൊരു ഗോസ് എന്ന് പറഞ്ഞാൽ അറിയില്ല, ഹോസ്പിറ്റലിൽ കാണുന്ന നെറ്റ് പോലത്തെ തുണി, മുറിവൊക്കെ കെട്ടുന്ന തുണി, അങ്ങനത്തെ തുണ്ടുള്ളിലാക്കി പേഷ്യന്റിന്റെ നമ്പർ, ഹോസ്പിറ്റൽ നമ്പർ എന്താണോ അല്ലെങ്കിൽ പേഷ്യന്റെ പേര്, വയസ്സ് എന്താണെങ്കിലും കടലാസ് പെൻസിൽ വെച്ച് എഴുതിയിട്ട്, പേന യൂസ് ചെയ്യില്ല, കടലാസ് പെൻസിൽ വെച്ച് എഴുതി ആ പേപ്പറുള്ളായിട്ട് ഇതിനോട്ട് ഈ ടിഷ്യൂ ക്യാപ്സ്യൂളിന് ഇടും. ടിഷ്യൂ ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഹോളുകളുള്ള, ഇതിനകത്തൊക്കെ ഒരുപാട് ഹോൾസ് ഉണ്ടാവും. അപ്പൊ ഈ ടിഷ്യൂ ഇതിനകത്ത് കിടക്കും, ഇതിനുള്ളിലൂടെ ഫ്ലൂയിഡ് ഉള്ളിൽ ഇങ്ങോട്ടും കയറും, പുറത്തോട്ടും പോകും. അങ്ങനത്തെ ഒരുപാട്, ഇതിങ്ങനെ സ്ക്വയർ ടൈപ്പ് ഉണ്ട്, റൗണ്ട് ഉണ്ട്, പ്ലാസ്റ്റിക് ടിഷ്യൂ ഉണ്ട്, ടിഷ്യൂ ടെക് എന്ന് പറയുന്ന സാധനം, സിംഗിൾ യൂസ് ആയിട്ടുള്ള വരുന്നത്. അതിൽ തന്നെ നമുക്ക് എംബഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിലിങ്ങനെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് നിറയെ വാട്ടർ കണ്ടന്റ് ഉള്ളതുകൊണ്ട് ഒരു 80% ആയിരിക്കും, ഇവിടെ 70% ആയിരിക്കും, ഇവിടെ നമുക്ക് ഡീഹൈഡ്രേഷൻ ചെയ്യേണ്ടത് നേരെ തിരിച്ചാണ്. ഇവിടെ 60% നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു, ഇവിടെ 70% ആൽക്കഹോൾ, ഇവിടെ 80% ആൽക്കഹോൾ. ഇതല്ല 60, 70, 80. ഇനി അടുത്ത ഇതേപോലത്തെ ഓരോ ബാത്തുകളാണ്. ഇത് 1, ഇത് 2, ഇത് 3. ഇത് 3 ആണ്, ഇത് 2 ആണ്, ഇത് 1 ആണ്. ഇതിലും തുടങ്ങാം, ഇതിലും ഇതേപോലെ തുടങ്ങും. ഇത് ചിലപ്പോൾ ഇത് വരുന്നത് 50% ആയിരിക്കും. എന്നിട്ട് ഇത് കോൺസെൻട്രേഷൻ കൂടിയിട്ട് ഒരു 3-4 ബാത്ത് കൊണ്ട് ഡീഹൈഡ്രേഷൻ നടക്കും, ഒരു 3 ബാത്ത് കൊണ്ട് ക്ലിയറിങ് നടക്കും, പിന്നെ അവസാനത്തെ ഒരു 2 ബാത്ത്, 2-3 ബാത്ത്. ഇതിലിപ്പോ 3 ബാത്ത് കാണിക്കുന്നുണ്ട് ഇംപ്രഗ്നേഷൻ ഉള്ളത്. ആ സ്റ്റെപ്പുകളൊക്കെയാണ് ഇവിടെ നടക്കുക. അത് കഴിഞ്ഞു കഴിഞ്ഞാലോ സെക്ഷൻ കട്ടിങ്ങിന് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്. അതായത് ഇവിടെ കണ്ടില്ലേ, ടിഷ്യൂ വെച്ചിട്ടുണ്ട്, വാക്സിന്റെ ഉള്ളിലിരിക്കുന്ന ടിഷ്യൂ. ഇവിടെ ബ്ലേഡ് ഉണ്ടായിരിക്കും, ഇതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇത് സെറ്റ് ചെയ്യാം, എത്ര തിക്നെസ്സിലാണ് കട്ട് ചെയ്യേണ്ടത്, 3 to 5 എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്യാം. ഈ വീൽ ഇങ്ങനെ കറക്കുന്നതനുസരിച്ച്, ഇത് വീലാണ്, ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഇതിങ്ങനെ മൂവ് ചെയ്യും. ഒപ്പം തന്നെ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് വരും. അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് വന്ന് ഈ ബ്ലേഡിലേക്ക് ഇങ്ങനെ സെക്ഷൻ കട്ട് ചെയ്ത് നമുക്ക് ഇങ്ങനെ ഓരോ ആയിട്ടുള്ള സെക്ഷൻസ് ആയിട്ട് ഇങ്ങനെ കിട്ടും. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അത് ഭയങ്കര ഇതാണ്, ടിഷ്യൂനെ തണുപ്പിക്കുക, അങ്ങനെയൊക്കെ ചെയ്യണം. അപ്പൊ ഇങ്ങനെയുള്ളതിനെ ഇൻസ്ട്രുമെന്റ്സിനെയാണ് നമ്മൾ മൈക്രോടോംസ് എന്ന് പറയുന്നത്. ടോം മീൻസ് കട്ട്, മൈക്രോ മീൻസ് ചെറുതായിട്ട്, ചെറുതായി കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനമാണ് മൈക്രോടോംസ്. ഇനി ഇത് പല ടൈപ്പ് ഉണ്ട്. റോട്ടറി മൈക്രോടോം, ഇതാണ്. ആദ്യം റോക്കിംഗ് മൈക്രോടോം ഉണ്ട്. ഇതൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ട്, നിങ്ങളുടെ സിലബസിൽ അത്രയും പറയുന്നില്ല. ഒരു DMLT, BSc-MLT അല്ലെങ്കിൽ MSc-MLT ആകുമ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇതെല്ലാം പറയുന്നുണ്ട്, തമ്മിലുള്ള ഡിഫറൻസും എല്ലാം. അപ്പൊ റോട്ടറി മൈക്രോടോം ഏറ്റവും കോമൺ ആയി യൂസ് ചെയ്യുന്നത് പാരഫിൻ എംബഡ് ടിഷ്യൂ. ഇതാണ് റോട്ടറി മൈക്രോടോം, ഇതാണ് എല്ലായിടത്തും യൂസ് ചെയ്യുക. അടുത്ത് ബേസ് സ്ലഡ്ജ് മൈക്രോടോം ഉണ്ട്, ലാർജ് ബ്ലോക്കുകൾ, ഹോൾ ബ്രെയിൻ, ഹോൾ ഐസ് കട്ട് ചെയ്യാൻ. അപ്പൊ ഇത്ര പോരാ, ഇത് വലിയതായിരിക്കും, ഒരു 8 to 24 സെന്റിമീറ്റർ. നമ്മുടെ ഇരുമ്പിന്റെ സ്കെയിൽ കണ്ടിട്ടില്ലേ, അത് ഏകദേശം 30 സെന്റിമീറ്റർ ആണ്. അപ്പൊ അതിന്റെ ഏകദേശം ഓൾമോസ്റ്റ് ആ സൈസ് തന്നെ, പിടി എല്ലാം വരുമ്പോൾ അത്രയും വരും. അത്രയും വലിയ ബ്ലേഡ് വെച്ച് അത്രയും വലിയ സെക്ഷൻ, അത്രയും വലിയ പാരഫിൻ എംബഡഡ് ആയിരിക്കും അങ്ങനെ ചെയ്ത്. പിന്നെ
സ്ലൈഡിംഗ് മൈക്രോട്ടോം. സ്ലൈഡിംഗ് മൈക്രോട്ടോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലോയിഡിൻ ഓർ ഫ്രോസൺ സെക്ഷൻ കട്ട് ചെയ്യാൻ സ്ലൈഡിംഗ് മൈക്രോട്ടോം യൂസ് ചെയ്യുന്നു. ഇതൊക്കെ വെരി ലെസ് ആണ് യൂസ് ചെയ്യുന്നത്, സ്ലൈഡിംഗ് അല്ല. ക്രയോസ്റ്റാറ്റ് ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. ഫ്രീസിംഗ് മൈക്രോട്ടോം അല്ലെങ്കിൽ ഫ്രോസൺ മൈക്രോട്ടോം എന്ന് പറയുന്ന തണുപ്പിക്കുക. നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ടിഷ്യൂ പ്രോസസ്സിംഗ് ആദ്യം ഫിക്സേറ്റീവിൽ ഇടണം. ഫിക്സേറ്റീവിൽ ഇടുമ്പോൾ വെറുതെ ഇട്ടാൽ പോരാ, മിനിമം 1-2 ദിവസം ഫിക്സേറ്റീവിൽ ഇടണം. അത് കഴിഞ്ഞ് ടിഷ്യൂ പ്രോസസ്സിംഗ് മിനിമം 1 day എടുക്കും. അപ്പൊ 2-3 ദിവസം അവിടെ പോയില്ലേ, മിനിമം 1 day എടുക്കും അത്. അല്ലെങ്കിൽ വേണ്ട, അറ്റ്ലീസ്റ്റ് ഒരു 15 മണിക്കൂറെങ്കിലും എടുക്കും. അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, ടിഷ്യൂവിനെ എടുത്ത ഉടനെ നമ്മളതിന് ഈ ടിഷ്യൂവിനെ പ്രോസസ്സിംഗ് ചെയ്യുന്ന എന്തിനാ, ഫേം ഇനഫ് ടു കട്ട് ചെയ്യാൻ സൗകര്യമാക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ കൈക്ക് നല്ല തണുപ്പ് വെള്ളം തൊടുത്തു കഴിഞ്ഞാൽ മരവിക്കില്ലേ, അതേപോലെ ഈ ടിഷ്യൂവിനെ നന്നായിട്ട് തണുപ്പിക്കും. അതായത് ഐസോപെൻറ്റൈൻ, ലിക്വിഡ് നൈട്രജൻ, ലിക്വിഡ് കാർബൺ ഡൈ ഓക്സൈഡ്, ഇതൊക്കെ വെച്ച് നന്നായി തണുപ്പിച്ചിട്ട് അപ്പൊ അത് സ്ട്രോങ് ആവും. അല്ലെങ്കിൽ ഇപ്പൊ ചിക്കൻ ഫ്രിഡ്ജിൽ വെച്ച ചിക്കൻ നിങ്ങൾ എടുക്കുമ്പോൾ നോക്കിയാലും മതി, ചിക്കൻ ഭയങ്കര ബലമുള്ള പോലെ. ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്തല്ല, നോർമൽ ചിക്കൻ എടുത്ത് ഫ്രീസറിനകത്ത് വെച്ച് കഴിഞ്ഞാലും അത് ഭയങ്കര ഫേം ആയിട്ട് മാറും. ആ ഫേംനെസ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യും. അപ്പൊ നമുക്ക് പാരഫിൻ എംബഡിങ്ങും ഇതൊന്നും ആവശ്യമില്ല. അതാണ് ഇൻട്രാ ഓപ്പറേറ്റീവ്. പേഷ്യന്റ് ഇതിപ്പോ എവിടെ, ഇത് പെട്ടെന്ന് റിസൾട്ട് ആവും. ഇത് റിപ്പോർട്ട് ആവാൻ മിനിമം നമുക്കൊരു 1.5 മണിക്കൂർ മാക്സിമം മതി. മൈക്രോസ്കോപ്പിൽ നോക്കി റിസൾട്ട് ആവും. മറ്റേത് 3 ദിവസം മിനിമം എടുക്കുമ്പോൾ. അപ്പൊ ഇൻട്രാ ഓപ്പറേറ്റീവ് ഓൺ ടേബിൾ ഡയഗ്നോസിസ് ഓഫ് മാലിഗ്നൻസി എന്നൊക്കെ പറയും. പേഷ്യന്റിന് വയറിന് ഓപ്പറേഷൻ ആണെങ്കിൽ വയറ് കീറി കുടലിന്റെ ഒരു പാർട്ട് എടുത്ത് നമുക്ക് തന്നുവിടുന്നു. നമ്മളത് വേഗം എടുത്തിട്ട് ഫിക്സേറ്റീവിൽ ഒന്നും ഇടുന്നില്ല, നേരെ എടുത്ത് തരുന്നു. നമ്മളത് വേഗം ഫ്രീസ് ചെയ്യുന്നു. ഫ്രീസ് ചെയ്യുമ്പോൾ ഹാർഡ് ആവുന്നതിന് വേഗം കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്ത് കഴിഞ്ഞ് സ്ലൈഡിലേക്ക് എടുക്കുന്നു. സ്ലൈഡിലെടുത്ത് റാപ്പിഡ് എച്ച് ആൻഡ് സ്റ്റെയിനിങ് ഉണ്ട്, സ്പീഡിൽ പെട്ടെന്ന് സ്റ്റെയിൻ ചെയ്യും, 10 മിനിറ്റ് കൊണ്ട് തീരും. റാപ്പിഡ് എച്ച് ആൻഡ് സ്റ്റെയിനിങ് ചെയ്ത് മൈക്രോസ്കോപ്പിൽ നോക്കി അതിൽ ക്യാൻസറസ് ടിഷ്യൂസ് ഉണ്ടോ ഇല്ലയോ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ ഈ ഒരു 1-1.5 മണിക്കൂറാണ് മാക്സിമം നമുക്ക് അതിന് വേണ്ടി വരിക. മാക്സിമം ഈ 1.5 മണിക്കൂറിലുകൊണ്ട് ആ പേഷ്യന്റ് അപ്പോഴൊക്കെ ഈ അനസ്തേഷ്യയിൽ അവിടെ കിടക്കുകയായിരിക്കും. എന്നിട്ട് ഇത് ക്യാൻസറസ് ആണെങ്കിൽ കൂടുതൽ പാർട്ട് റിമൂവ് ചെയ്യുക, അങ്ങനെയുള്ള കുറെ കാര്യം പ്രോസസ്സിംഗിലേക്ക് പോകും. അപ്പൊ ഒരാളുടെ ഒരു സർജറി ചെയ്ത് എടുത്ത് ക്യാൻസർ ആണെന്ന് പറഞ്ഞാൽ വീണ്ടും അവിടെ തന്നെ ഓപ്പൺ ചെയ്ത് പിന്നെയും ചെയ്യുന്ന പ്രൊസീജിയർ ഒക്കെ ഒഴിവാക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ ഇത് പെട്ടെന്ന് ചെയ്യും. ദെൻ അൾട്രാ മൈക്രോട്ടോം. അൾട്രാ മൈക്രോട്ടോം പറഞ്ഞാൽ അൾട്രാ തിൻ സെക്ഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക്ക്. പാരഫിൻ എംബഡഡ് ടിഷ്യൂവിന് 3 to 5 മൈക്രോമീറ്റർ ആണ്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക്ക് 50 to 100 നാനോമീറ്റർ. നാനോമീറ്റർ ആണ്. ഇതിന്റെ 1000-1 സൈസേ വരുള്ളൂ. 1000-1 നാനോമീറ്റർ. ഇവിടെ 3 to 5, ഇവിടെ 50 to 100 ആവുന്നതുകൊണ്ട് 100ന്റെ ഇത് വരും. അതായത് 100 നാനോമീറ്റർ ആണ് ഒരു മൈക്രോമീറ്റർ ആയിട്ട് വരിക. ദെൻ സ്റ്റെയിനിങ്. ഈ ടിഷ്യൂ ഇങ്ങനെ സെക്ഷൻ കട്ട് ചെയ്ത് സ്ലൈഡിലായി കഴിഞ്ഞാൽ നമ്മളത് ഹെമറ്റോക്സിൻ, നിയോസിൻ വെച്ച് സ്റ്റെയിൻ ചെയ്യുന്നു. അതാണ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് സ്റ്റെയിൻ, ഹെമറ്റോക്സിൻ ആൻഡ് നിയോസിൻ. ഹെമറ്റോക്സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെമറ്റോക്സിലിൻ കോംബീഷ്യാനം എന്ന് പറയുന്ന ഒരു മരത്തിൽ നിന്ന് എടുക്കുന്ന ഒരു കളറിംഗ് ഡൈ ആണത്. ഇയോസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആർട്ടിഫിഷ്യൽ ഡൈ ആണ്. അപ്പൊ ഇത് വെച്ചിട്ട് മറ്റേത് നാച്ചുറൽ ആണ്. ഇതും നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഹെമറ്റോക്സിലിൻ ബേസിക് ഡൈ ആണ്, ന്യൂക്ലിയസിനെ സ്റ്റെയിൻ ചെയ്യും. ഇയോസിൻ അസിഡിക് ഡൈ ആണ്, സൈറ്റോപ്ലാസ്റ്റിനെ സ്റ്റെയിൻ ചെയ്യും. ഹെമറ്റോക്സിലിൻ ബേസിക് ഡൈ, അസിഡിക് സ്ട്രക്ചർ ആയിട്ടുള്ള DNA ന്യൂക്ലിയസിനെയൊക്കെ സ്റ്റെയിൻ ചെയ്യും ബ്ലൂ കളറില്. ഇയോസിൻ എന്ന് പറഞ്ഞ അസിഡിക് ഡൈ ആണ്, സ്റ്റെയിൻ ദ ബേസിക് സ്ട്രക്ചർ സൈറ്റോപ്ലാസം, കൊളാജൻ, മസിൽ, RBC, പിങ്കിഷ് റെഡ്. അങ്ങനെയാണ് ഇത്. അപ്പൊ നമുക്ക് നല്ല ബ്ലൂം റെഡും ആയിട്ടുള്ള കോൺട്രാസ്റ്റിൽ ഒരു സെല്ലിന്റെ പാർട്സ് കാണാൻ പറ്റും. സ്റ്റെയിനിങ് ചെയ്യാൻ നമ്മളിപ്പോ ആദ്യം എന്ത് ചെയ്ത്, ഫിക്സേഷൻ ചെയ്തു, ടിഷ്യൂനെ ഡീഹൈഡ്രേറ്റ് ചെയ്തു, ക്ലിയർ ചെയ്തു, ഇൻഫിൽട്രേറ്റ് ചെയ്തു വാക്സില്, ദെൻ എംബഡ് ചെയ്തിട്ട് സെക്ഷൻ കട്ട് ചെയ്തു. അപ്പൊ അതിൽ വാക്സിന്റെ ഒരു ഇത് കാണുന്നുണ്ട്, ഡീപാരഫിനൈസേഷൻ. പാരഫിൻ വാക്സ് ആണ് നമ്മൾ കേട്ടുന്നത്. സോ റിമൂവ് പാരഫിൻ വാക്സ്. അപ്പൊ നമുക്ക് ഈ സ്റ്റൈലിനാണ് പാരഫിൻ വാക്സിന്റെ ഇൻഫിൽട്രേഷന് മുമ്പ് ക്ലിയറിംഗിന് ഉപയോഗിക്കുന്നത്. അതേ സ്റ്റൈലിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ വാക്സ് എല്ലാം റിമൂവ് ആയി പോകും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, സ്റ്റെയിൻ ചെയ്യുമ്പോൾ റീഹൈഡ്രേഷൻ, ഡിസെൻഡിങ് ഗ്രേഡ്സ് ഓഫ് ആൽക്കഹോൾ. അപ്പൊ ആദ്യം നമ്മൾ 90% ഈ സെക്ഷൻ ഇടുന്നു, പിന്നെ 80% ഇടുന്നു, പിന്നെ ഒരു 70% ഇടുന്നു, ഒരു 5-10 മിനിറ്റ്. ദെൻ 60% ഇടുന്നു. ഇനി വേണമെങ്കിൽ 50%. ടിഷ്യൂവിനനുസരിച്ച് ഇത് ചിലപ്പോൾ 80, 60
50 അത്ര 3 ചെയ്യുന്നുണ്ടാവുള്ളൂ. അത് ഡിപ്പെൻസ്. ഇങ്ങനെ ചേഞ്ച് ചെയ്ത്, കാരണം ഹെമറ്റോക്സിൻ എന്ന് പറയുന്നത് ഉണ്ടാക്കുന്നതിന് ഇതിന് വാട്ടർ കണ്ടന്റ് വേണം. എന്നിട്ടാണ് ന്യൂക്ലിയസിന് ഹെമറ്റോക്സിൻ വെച്ചത്. അതിനാണ് നമ്മൾ ഇവിടെ റീഹൈഡ്രേറ്റ് ചെയ്യുന്നത്. ദെൻ ഡിഫറൻഷിയേറ്റ് ഇൻ ആസിഡ് ആൽക്കഹോൾ. ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എക്സസ് സ്റ്റെയിനെ റിമൂവ് ചെയ്യുന്ന പരിപാടിയാണ്. ഹെമറ്റോക്സിൻ എന്ന് പറഞ്ഞാൽ ടിഷ്യൂന്റെ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ സ്റ്റെയിൻ ചെയ്യും. അതിലെ എക്സസ് സ്റ്റെയിൻ റിമൂവ് ചെയ്ത് വേണ്ട ഭാഗത്ത് മാത്രം പിടിച്ചിരിക്കുക. അതിനാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അത് ചെയ്യുന്നത് ആസിഡ് ആൽക്കഹോളിലാണ്. ദെൻ ബ്ലൂയിങ്. ബ്ലൂയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെമറ്റോക്സിൻ ഒരു പിങ്ക് കളർ അല്ലെങ്കിൽ റെഡിഷ് കളറിലാണ് ആദ്യം സ്റ്റെയിൻ ചെയ്യുക. എന്നിട്ട് നമ്മളത് ടാപ്പ് വാട്ടറിലോ, നമ്മൾ ടാപ്പ് വാട്ടർ, സോഡ ടാപ്പ് വാട്ടറിലോ അല്ലെങ്കിൽ റണ്ണിങ് ടാപ്പ് വാട്ടറിലോ അല്ലെങ്കിൽ ആൽക്കലൈൻ സൊല്യൂഷൻ 0.05% അമോണിയൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അത് വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബ്ലൂ കളർ pH ചേഞ്ച് വരുമ്പോൾ റെഡ് കളറ് ബ്ലൂ കളറായി മാറും. അതിനെയാണ് ബ്ലൂയിങ് എന്ന് പറയുന്നത്. ഹെമറ്റോക്സിൻ കാണുന്നതും നമുക്കിത് എവിടെ കഴിഞ്ഞാൽ ബ്ലൂ പർപ്പിൾ, ഈ ബ്ലൂ കളറായിട്ട് കിട്ടും. ദെൻ കൗണ്ടർ സ്റ്റെയിൻ വിത്ത് ഇയോസിൻ. അപ്പോൾ ന്യൂക്ലിയസ് പോലെയുള്ള DNA RNA ഭാഗങ്ങളെല്ലാം ഹെമറ്റോക്സിന്റെ കളർ എടുക്കും. ന്യൂക്ലിയസിന്റെ അല്ലാത്ത ഭാഗങ്ങൾ സൈറ്റോപ്ലാസം, കൗണ്ടർ സ്റ്റെയിൻ വിത്ത് ഇയോസിൻ, സൈറ്റോപ്ലാസം പിങ്ക് കളറിലാവും. ഈ സ്റ്റെയിനിങ് കഴിഞ്ഞ് ന്യൂക്ലിയസ് സൈറ്റോപ്ലാസം ഒക്കെ സ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും നമ്മളത് ഡീഹൈഡ്രേറ്റ് ചെയ്യും, അസെൻഡിങ് ഗ്രേഡ്സ് ഓഫ് ആൽക്കഹോൾ. അപ്പൊ ആദ്യം ഡീഹൈഡ്രേറ്റ് ആയ ടിഷ്യൂനെ നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ റീഹൈഡ്രേറ്റ് ചെയ്യുന്നു. ദെൻ സ്റ്റെയിനിങ് പ്രൊസീജിയർ കഴിഞ്ഞാൽ ഡീഹൈഡ്രേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഒന്ന് ക്ലിയറിംഗ് എന്ന് പറഞ്ഞ് സൈലിൻ വെച്ചിട്ട് നമ്മളൊന്ന് റിൻസ് ചെയ്യുന്നു. ദെൻ മൗണ്ടിങ് DPX, കവർ സ്ലിപ്പ് വെച്ച് കവർ ചെയ്യുന്നു. എന്നിട്ട് മൈക്രോസ്കോപ്പിൽ ഒബ്സർവ് ചെയ്യുന്നു. ഇത്രയാണ് ഹിസ്റ്റോപത്തോളജി. അപ്പൊ ഇതിന്റെ ഇത്രയും പ്രോസസ് മൈക്രോസ്കോപ്പിൽ ഒബ്സർവ് ചെയ്ത് റിസൾട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ഡോക്ടേഴ്സ് ആണ്, പത്തോളജിസ്റ്റുകളാണ്. അതിന് മുമ്പുള്ള എല്ലാ സ്റ്റെപ്പും, സാമ്പിൾ റിസീവ് ചെയ്യുമ്പോൾ ആവശ്യത്തിന് ഫിക്സേറ്റീവ് ഉണ്ടോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും വെരിഫൈ ചെയ്ത് മീൻസ് സാമ്പിൾ റിസീവ് ചെയ്യുന്നു. അത് ഫിക്സ് ആയോ എന്ന് നോക്കുന്നു. ഫിക്സ് ആയി കഴിഞ്ഞാൽ ഗ്രോസിങ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അതായത് ഈ വലിയൊരു ഓർഗന്റെ ഒരു പാർട്ട് വന്നാൽ പോലും അതിന്ന് വളരെ കുറച്ച് പാർട്ടേ നമ്മൾ എടുക്കുന്നുള്ളൂ. അതെടുക്കാൻ അത് ഡോക്ടേഴ്സ് ആണ് ഗ്രോസിങ് എന്ന് പറയുക. ബിറ്റ് ടേക്കിംഗ് എന്നൊക്കെ പറയും, ബിറ്റ് എടുക്കുക എന്ന് പറയുക, അല്ലെങ്കിൽ ഗ്രോസിങ് എന്ന് പറയും. അത് ചെയ്തിട്ടാണ്, അതും ഡോക്ടേഴ്സ് ആണ് ചെയ്യുക. ബാക്കിയുള്ള ഈ ഡീഹൈഡ്രേഷൻ, ക്ലിയറിംഗ്, ഇംപ്രഗ്നേഷൻ, എംബഡിങ്, സെക്ഷൻ, കട്ടിങ്, സ്റ്റെയിനിങ്, ഇതെല്ലാം ലാബ് ടെക്നീഷ്യൻസ് ചെയ്യുന്നു. അവസാനം സ്ലൈഡ് മൗണ്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് ആണ് മൗണ്ട് ചെയ്ത് റിപ്പോർട്ട് റീഡ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് ഹിസ്റ്റോപത്തോളജിയിൽ വരുന്നത്. മെയിൻ സ്റ്റെയിൻ എന്ന് പറയുന്നത് ഹെമറ്റോക്സിൻ ആൻഡ് ഇയോസിൻ സ്റ്റെയിൻ ആണ്. സ്പെഷ്യൽ സ്റ്റെയിൻ ആയിട്ട് ഒരുപാടുണ്ട്. മിനിമം ഒരു 10-30 എണ്ണമെങ്കിലും മിനിമം ഉണ്ട്. PA സ്റ്റെയിനിങ്, സിൽവർ ഇംപ്രഗ്നേഷൻ ടെക്നിക്ക്, റെറ്റിക്കുലിന്, കോങ്കോ റെഡ് ഫോർ അമൈലോഡ്, വാൻ ജീൻസൺ ഫോർ കൊളാജൻ, അങ്ങനെ ഒരുപാട് സ്റ്റെയിനിങ് ഉണ്ട്. ഓരോ സ്പെഷ്യൽ പാരാമീറ്ററിനെ കണ്ടുപിടിക്കാണ് സ്പെഷ്യൽ സ്റ്റെയിനിങ് മെത്തേഡ്. അപ്പൊ അതൊക്കെയാണ് ഇതിൽ ചെയ്യുന്നത്. അപ്പൊ സ്റ്റെയിനിങ് പ്രൊസീജിയറിൽ ആദ്യം ഡീപാരഫിനൈസ് ചെയ്യുന്നു, വാട്ടറിലേക്ക് എത്തിക്കുന്നു, അതാണ് റീഹൈഡ്രേഷൻ. സ്റ്റെയിനിങ് വിത്ത് ഹെമറ്റോക്സിൻ, ഡിഫറൻഷിയേഷൻ, ബ്ലൂയിങ്, കൗണ്ടർ സ്റ്റെയിൻ വിത്ത് ഇയോസിൻ, ഡീഹൈഡ്രേറ്റ് ചെയ്യുന്നു, ക്ലിയർ ചെയ്യുന്നു, മൗണ്ട് ചെയ്യുന്നു. ഇത്രയും സ്റ്റെപ്പുകളാണ് ഇതിൽ വരുന്നത്. താങ്ക് യു.